ഇന്ത്യൻ ടീമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പേസ് ഓൾറൗണ്ട് താരമാണ് ഹാർദിക് പാണ്ഡ്യ. ദേശീയ ടീമിൽ ഹാർദിക് നൽകുന്ന ബാലൻസ് ചെറുതല്ല. പലപ്പോഴും തന്റെ പ്രകടനങ്ങൾ കൊണ്ട് ടീമിന്റെ രക്ഷകനാകാനും ഹാർദിക്കിനായിട്ടുണ്ട്. IPLിലേക്ക് വരുമ്പോൾ മുംബൈയിൽ ഫിനിഷിംഗ് റോളിലും ബൌളിംഗിലുമെല്ലാം ഹാർദിക് തിളങ്ങിയിട്ടുണ്ട്. എന്നാൽ ഗുജറാത്ത് ടൈറ്റൻസിലേക്ക് പോയി തിരികെ മുംബൈ ക്യാപ്റ്റനായുള്ള വരവിൽ കാര്യങ്ങളെല്ലാം ഹാർദിക്കിന് പിഴയ്ക്കുകയാണ്. മുംബൈ നായകനായി 3 സീസണുകളിലും കാര്യമായ ഒരു നേട്ടവും സ്വന്തമാക്കാനാവാതെയാണ് ഹാർദിക്കിന്റെ മടക്കം. 2015-2021 സീസണിൽ മുംബൈയുടെ പ്രധാന താരങ്ങളിൽ ഒരാളായ ഹാർദിക് 2022ലാണ് ഗുജറാത്ത് ടൈറ്റൻസിലെത്തുന്നത്. നായകനായുള്ള ആദ്യ സീസണിൽ തന്നെ ഗുജറാത്തിന് IPL കിരീടം നേടിക്കൊടുക്കാനും തൊട്ടടുത്ത വർഷം ഫൈനലിൽ എത്തിക്കാനും പാണ്ഡ്യയ്ക്ക് സാധിച്ചു. ടോപ്പ് ഓർഡർ ബാറ്റർ എന്ന നിലയിലും ബൌളർ എന്ന നിലയിലും പാണ്ഡ്യ ഈ സീസണുകളിൽ മികച്ചു നിൽക്കുകയും ചെയ്തു. 44.27 എന്ന ബാറ്റിംഗ് ശരാശരിയാണ് ഈ സമയത്ത് താരത്തിനുണ്ടായിരുന്നത്. 2023 സീസണിൽ ബൌളിംഗിൽ കാര്യമായ പ്രകടനം നടത്താൻ താരത്തിനായില്ല. എന്നാൽ നായകൻ എന്ന നിലയിൽ ഹാർദിക് 2 സീസണിലും മികച്ചു നിന്നു. 2024 ഹാർദിക്കിന്റെ ക്യാപ്റ്റൻസിയിൽ ആകൃഷ്ടരായി മുംബൈ നായകൻ എന്ന നിലയിലാണ് ഹാർദിക്കിനെ തിരികെ ടീമിലെത്തിച്ചത്. മുംബൈയെ തള്ളിപ്പറഞ്ഞ ഹാർദിക്കിനെ തിരികെ നായകനാക്കിയത് ആരാധകരെ ക്ലബ്ബിൽ നിന്നും അകറ്റി. സംഭവബഹുലമായ ആദ്യ സീസണിൽ നായകൻ എന്ന നിലയിൽ ഹാർദിക് തീർത്തും പരാജയമായി മാറി. 18 ബാറ്റിംഗ് ശരാശരിയിൽ 216 റൺസ് മാത്രമാണ് ഈ സീസണിൽ ഹാർദിക് നേടിയത്. 2025 സീസണിൽ 342 റൺസുമായി ബാറ്റിംഗ് മെച്ചപ്പെടുത്തി ടീമിനെ ആദ്യ 4-ലെത്തിക്കാൻ ഹാർദിക്കിനായി. എങ്കിലും ടീമുമായി സ്വരച്ചേർച്ചയിലെത്താൻ ഹാർദിക്കിനായില്ല. ആദ്യ 2 സീസണുകളേക്കാൾ ദുരന്തമായ സീസണാണ് 2026 സീസൺ. ആദ്യ മത്സരത്തിൽ വിജയിച്ചു തുടങ്ങിയ മുംബൈ ആകെ കളിച്ച 9 മത്സരങ്ങളിൽ ഇതുവരെ വിജയിച്ചത് 2 മത്സരങ്ങളിൽ മാത്രം. 20 ബാറ്റിംഗ് ശരാശരിയിൽ ഹാർദിക് നേടിയത് 146 റൺസ്. ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ ഒരു ഓവറിൽ 11 ബോളുകളാണ് ഹാർദിക് എറിഞ്ഞത്. കൂടാതെ സ്വന്തം മൈതാനത്തിലെ മുംബൈയുടെ മേധാവിത്വവും ഈ സീസണിൽ തകർന്നടിഞ്ഞു. സ്വന്തം മൈതാനത്ത് ചെന്നൈ സൂപ്പർ കിങ്സിനോട് 103 റൺസിന് തോറ്റ് ചെന്നൈ നാണം കെടുകയും ചെയ്തു. ബാറ്റർ എന്ന നിലയിൽ ഒരു സംഭാവനയും നൽകാൻ ഇതുവരെ ഹാർദിക്കിനായിട്ടില്ല. ബൌളിംഗിലും സീസണിൽ പരാജയമായി മാറി. മുംബൈയുടെ അധികായനായ രോഹിത് ശർമ്മയെ നായകസ്ഥാനത്ത് നിന്ന് മാറ്റിയതോടെയാണ് മുംബൈയുടെ കഷ്ടകാലത്തിന് തുടക്കമായത്. ആരാധകർ ഈ തീരുമാനത്തോടെയാണ് ടീമിൽ നിന്നും അകന്നത്. സൂര്യകുമാർ യാദവ്, ജസ്പ്രീത് ബുംറ എന്നിവർ നിറം മങ്ങിയതും സീസണിൽ തിരിച്ചടിയായി. 2028 മുന്നോടിയായുള്ള മെഗാ താരലേലത്തിൽ ഹാർദിക്കിനെ മുംബൈ ഒഴിവാക്കാനുള്ള സാധ്യതയും ഇതോടെ ഉയർന്നിരിക്കുകയാണ്. 2028 വൈഭവ് സൂര്യവംശിയെ ടീമിലെത്തിക്കാനും സൂര്യകുമാർ യാദവിനെയോ തിലക് വർമ്മയെയോ നായകനാക്കാനുമാകും മുംബൈയുടെ തീരുമാനം.